ഗെയിമിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ടാസ്കിൻ്റെ മൊത്തം പാർട്ട് 7 ഇട്ടു. ഇനി 3 ടാസ്ക് കൂടുണ്ട്. ഇന്ന് 8ാമത്തെ പാർട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. അതിനു മുമ്പ് നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. ശേഷം നമുക്ക് പ്ലഗിൻ ആപ്പിലോട്ട് പോയി നമ്മുടെ ടാസ്ക് കോപ്പി ചെയ്തിട്ട് വരാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ പ്ലഗിൻ ആപ്പിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ നമ്മളുടെ പ്ലഗിൻ ആപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. RJS മോഡാണ് നമുക്ക് ആവശ്യം. നമ്മൾ ഈ ടോപ്പിൽ കാണുന്ന എല്ലാ ടാസ്കും ചെയ്ത് കഴിഞ്ഞു. അതേപോലെ തറ വരികയാണെങ്കിൽ മാഫിയ ഗെയിമർ, പിന്നെ പ്ലേ ഗെയിമർ ഒക്കെ കളിച്ചു. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ചിരങ് ഇൻ ഗെയിം എന്നുള്ള അങ്ങനെയാണെന്ന് തോന്നുന്നു. നോക്കുക, അത് തന്നെ, അതാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കോപ്പി ചെയ്യാം. ഓക്കെ, നമുക്ക് ബാക്ക് വരാം. നമ്മുടെ ഇന്ത്യൻ ബൈക്ക് എടുക്കാം. ഇനി നമ്മുടെ ഫോൺ എടുത്തതിന് ശേഷം പേസ്റ്റ് ചെയ്യാം. ഫയൽ ലോഡായി കഴിഞ്ഞാൽ നമുക്ക് ഗെയിം കളിച്ചു തുടങ്ങാം. നമുക്ക് ഫയൽ ലോഡായിട്ടുണ്ട്. നമുക്ക് റീപ്ലേ എടുക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. കൂടാതെ നമ്മുടെ അളിയൻ്റെ ചാനലായ വിക്ടർ വ്ളോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. വിക്ടർ വ്ളോഗ്സ് എന്ന് അടിച്ചു കൊടുത്താൽ കിട്ടത്തില്ല. FF കൊണ്ടാട്ടം എന്ന് അടിച്ചു കൊടുത്താൽ കിട്ടത്തുള്ളൂ. FF കൊണ്ടാട്ടം എന്ന് പറഞ്ഞ് ഇവരുടെ ഒരു ബന്ധു, അവൻ്റെ ഒരു ബന്ധു തുടങ്ങിയപ്പോൾ ഉണ്ട്. അത് നിങ്ങൾ ലൈക്കൊന്നും ചെയ്യരുത്. നമുക്കിത് നടന്നാണ് ഇവിടെ പോകേണ്ടതെന്ന് തോന്നുന്നു. ഗൈസ്, നമ്മൾ റോക്കി ബായുടെ വണ്ടി എടുക്കാൻ പോവുകയാണ്. നമ്മുടെ റോക്കി ബായുടെ വണ്ടിയുടെ ചീറ്റ് കോഡ് 1 ആണ്. അത് വെറുതെ അടിച്ചു കൊടുത്താൽ കിട്ടത്തില്ല. അത് കോപ്പിയൊക്കെ ചെയ്താണ് എടുക്കേണ്ടത്. അതെങ്ങനെയെന്നുള്ള ഫുൾ വീഡിയോ നമ്മുടെ ചാനലിനകത്തുണ്ട്. അതേപോലെ നമ്മുടെ ഫോൺ കളർ മാറ്റുന്ന, ഹൗസിൻ്റെ കളർ മാറ്റുന്നതൊക്കെ വീഡിയോ RJ സ്റ്റുഡിയോൻ്റെ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾ ചാനലിൽ പോയി വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടാണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളങ്ങനെ നമ്മളെ റൊട്ടേറ്റ് എന്ന റാമ്പിൽ കയറിയിട്ടുണ്ട്. പക്ഷേ ഈ റാമ്പിൽ കൂടെ നമുക്ക് ബിൽഡിങ്ങിലോട്ടാണ് കയറേണ്ടത്. പക്ഷെ നമ്മളിങ്ങനെ ഇറങ്ങിപ്പോയി. ഇതൊക്കെ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. ഇനി ആ ബിൽഡിങ്ങിനെ വണ്ടയ്ക്കൊന്ന് മുകളിലോട്ടൊരു റാമ്പ് ഉണ്ട്. നമുക്ക് വണ്ടി ഇറക്കാതെ നടന്നു പോകാനുള്ളതാണ്. നമുക്ക് വണ്ടി ഇവിടെ ഇറക്കാം. നമുക്ക് വണ്ടി നിറങ്ങി നടക്കാം. ഇത് നടന്നു പോകാനുള്ളതാണ്. നമ്മൾ തറ വീണു. പക്ഷെ നമ്മൾ തലയത്തില്ല. നമ്മൾ ചെറ്റ് ബാക്ക് എടുത്ത് മണ്ടയ്ക്ക് പോകാൻ പോവാണ്. ഇതിനകത്ത് കയറാം. ഇത് വളിപ്പൊരു ടാസ്ക്കാണ് കേട്ടോ. വളിപ്പ് എന്ന് വെച്ചാൽ വളിപ്പ്. നമുക്ക് ഗാർബേജ് ബോക്സിൽ നമുക്ക് നടന്ന് കയറാൻ പോലും ഒക്കുന്നില്ല. നമ്മളതുകൊണ്ട് വീണ്ടും ജെറ്റ് പാക്ക് എടുക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ടാസ്ക് തുടങ്ങാം.
കാരണം ശോകം ഗെയിമല്ല, നമ്മുടെ ഗെയിമിനെ കുറിച്ച് പറ്റില്ല. ഇത്രയും നമ്മൾ ടാസ്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നോ രണ്ടോ എണ്ണം ഇതേപോലെ ശോകം പിടിച്ച ഗെയിം വന്നിട്ടുണ്ട്. അതിലൊന്നായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കത്തുള്ളൂ. ഇവിടെ ചെറിയൊരു റാമ്പുണ്ട്. ഗായ്സ്, ഇത് വല്ലാത്ത ശോകവിടെ. നമ്മുടെ AJ ഫൺ ഗെയിമിങ്സിൻ്റെ അത്രയും എക്സ്പേർട്ട് അല്ല. നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ വണ്ടി എടുത്തോണ്ട് പോകാൻ നോക്കാം. ഗെയിമിൻ്റെ എൻഡ് പോലും ഇവിടെ നിന്ന് അറിയാമായിട്ട് ഗെയിം നമുക്കിവിടെ നിന്ന് ഇറങ്ങി നോക്കാം. ഗൈസ്, എന്നെ കൊണ്ട് പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കളിക്കാത്തത്. ഗൈസ്, പക്ഷെ എന്തായാലും ഞാൻ തളരുന്നില്ല. നമുക്ക് ലവിൽ നിന്നെങ്ങാനും ഒന്ന് ബൈക്ക് ഓടിച്ചുകൊണ്ട് വരാൻ നോക്കാം. പക്ഷെ നമ്മുടെ അളിയൻ ഇവിടെ ഇപ്പോൾ ഉണ്ട്. അവനാണ് കണ്ണ് ഇപ്പുറപ്പുറന്ന് പുറക്കുന്നത്. നമ്മളിവിടെ നിന്ന് എന്തായാലും തളരാതെ വണ്ടി എടുത്തുകൊണ്ട് പറക്കാൻ പോവാണ്. ഈ റാമ്പിൻ്റെ അവിടെ നിൽക്കുന്നില്ല, റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമുക്ക് വണ്ടി ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ചാവുന്നു. ഓക്കെ, നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബൈക്ക് എടുക്കാൻ പോവാണ്. ചേടാ, ഒന്നും കൂടെ അന്തിക്കാണ് ടാഗ് എടുക്കാം. നമ്മൾ തടയത്തില്ല. നമ്മൾ പകുതി കിട്ടായി എവിടെയെങ്കിലും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഗെയിം ഇങ്ങനൊരു ചാനലാണ് നടത്തുന്നത്. അതായത് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തി നമ്മൾ ഈ ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോകത്തില്ല. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുള്ളതുകൊണ്ടാണ് ഈ ചാനൽ ഇത്രയെങ്കിലും ഒന്ന് ചെവി പിടിച്ചത്. അവിടെ ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. നമുക്കിനി വണ്ടി നിറങ്ങാം. ഇവൻ എപ്പോഴും ഇതൊന്ന് മറിഞ്ഞു വീഴക്കും. നമുക്ക് ഇതിലെ കൂടെ നടന്നാണ് പോകേണ്ടത്. ചെറുക്കനെ കൊണ്ട് ഇങ്ങനെ പോകുന്ന കുറച്ച് കഷ്ടപ്പാടാണ്. രക്ഷപ്പെട്ട് അടുത്ത പറഞ്ഞു വീഴക്കാം. എനിക്ക് ഇൻഫിനിറ്റി ഹെൽത്തിൻ്റെ ചീറ്റ് കോഡ് അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ വീട് ചത്തുപോകും. ഗൈസ്, നമ്മുടെ ഇൻഫിനിറ്റി ഹെൽത്തിൻ്റെ ചീറ്റ് കോഡ് 9129 നമ്മുടെ ഇൻഫിനിറ്റി ഹെൽത്തിൻ്റെ ചീറ്റ് കോഡ്. ഓക്കെ, ഇൻഫിനിറ്റി ഹെൽത്ത് ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട്. അടുത്ത് കയറിയിട്ടുണ്ട്. എനിക്ക് ഇതിനകത്തോടെ കിട്ടാൻ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്.
ഓ ഭാഗ്യമൊന്നും പറ്റിയില്ല. ഈ കോപ്പിന് എന്ത് ഇതേ ഉള്ളു, മറന്നു കിഴക്കാം. നമുക്ക് സൂക്ഷിച്ചാണ് ഇവിടെ കൂടെ നടക്കേണ്ടത്. റാമ്പാണ്. ഇവൻ നിറയെ വീണെന്ന് ചത്ത് ഗൈസ്. ഇന്നത്തെ വിളിച്ചേ ഉള്ളൂ. ഇത് നമുക്ക് ടച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ